നമസ്കാരം. ഞാൻ ഡോക്ടർ വർഗീസ് ജോർജ്. 2020 പ്രതിനിധീകരിച്ച് കയ്പമംഗലം കൊടുങ്ങല്ലൂർ പാർലമെന്റ് ഇലക്ഷൻ 2024 എൻ്റെ ഉത്തരവാദിത്തമായിരുന്നു. അതിൻ്റെ പ്രചരണ വേളയിൽ പല സുഹൃത്തുക്കളും എൻ്റെ അടുത്ത് ചോദിച്ചു 2020 ഇത്തവണ 10,000 വോട്ടെങ്കിലും പിടിക്കുമോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ ആകെ ഒരു വിഭാഗക്കാർക്ക് മാത്രമാണ് വിഷമം തോന്നിയിട്ടുള്ളത്. അത് രാവും പകലും കഷ്ടപ്പെട്ട് 2020 വേണ്ടി പ്രവർത്തിച്ചവർ. സാധാരണ ജനങ്ങളെല്ലാം ഇതിൻ്റെ ഒരു പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു റിസൾട്ടിൽ 2020 വളരെയധികം അഭിനന്ദിക്കുന്നു. പല പാർട്ടികളിലുള്ള സീനിയറായിട്ടുള്ള നേതാക്കൾ തന്നെ എന്നെ വിളിച്ച് അഭിനന്ദിച്ചിട്ടുണ്ട്. 2020 വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രകടനമാണ് ഇത്തവണ കാഴ്ചവെച്ചതെന്ന്. കാരണം നമ്മുടെ നാട് ഭരിക്കുന്ന BJPയുടെ സ്ഥാനാർത്ഥിയേക്കാൾ വെറും 750 വോട്ടിന്റെ കുറവാണ് 2020 എന്നൊരു പാർട്ടിക്ക് കിട്ടിയത്. അതിന്റെ പ്രത്യേകത മനസ്സിലാക്കണം. ഈ മത്സരിച്ചിട്ടുള്ള എല്ലാ പാർട്ടികളും 10ഉം 20ഉം പാർട്ടികളായിട്ടുള്ള കൊച്ചു കൊച്ചു പാർട്ടികളെ അണിനിരത്തി കൈകോർത്ത് നിന്നിട്ടാണ് ഇലക്ഷൻ അഭിമുഖീകരിച്ചത്. എന്നാൽ 2020 മാത്രമാണ് നെഞ്ചുറപ്പോടെ ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് നിന്ന് നേരിട്ടത്. അതുകൊണ്ട് തന്നെ ഈ കിട്ടിയിട്ടുള്ള 1,05,000-ൽ പരം വോട്ട്, ഓരോ വോട്ടിനും 10,000-നേക്കാൾ വിലയുണ്ട്. അത് 2020 കണ്ടറിയുന്നു. അതിൽ സഹകരിച്ച ഓരോ വോട്ടർമാർക്കും എൻ്റെ ഹൃദയം തൊട്ടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇതിനുവേണ്ടി പ്രവർത്തിച്ച ഓരോരുത്തർക്കും ഞാൻ പ്രത്യേകമായി തന്നെ നന്ദി പറയുന്നു. കൊടുങ്ങല്ലൂരിലായാലും കയ്പമംഗലത്തായാലും രാവും പകലുമില്ലാതെ എൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച ഒരുപാട് അണികളുണ്ട്. അവരിൽ ഒരാളുടെ മുഖം പോലും എനിക്ക് മറക്കാനാകില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അവരുടെ മനസ്സിലുണ്ടാവും നമുക്ക് എന്തുകൊണ്ടാണ് വോട്ട് കുറഞ്ഞു പോയതെന്ന്. അതിൻ്റെയും കാരണം ഞാനിവിടെ പറയാം. ഈ ഇലക്ഷന് ജനങ്ങളുടെ മുമ്പിൽ ഒറ്റ ചോദ്യമാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ നാട് BJP ഭരിക്കണമോ വേണ്ടയോ? ആ ചോദ്യത്തിന് ആണ് എന്നാണ് ഉത്തരമെങ്കിൽ അവർക്ക് BJPക്ക് വോട്ട് ചെയ്യാം. അല്ല എന്നാണ് ഉത്തരമെങ്കിൽ അവർക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ ഓപ്ഷൻ എന്ന് പറയുന്നത് കോൺഗ്രസ് തന്നെയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഒരു ഭരണവിരുദ്ധത ഉള്ളതുകൊണ്ട് തന്നെ LDFന്റെ വോട്ടുകൾ പോലും കോൺഗ്രസിന് പോയി കാണും. കാരണം LDFന് വോട്ട് ചെയ്താലും അത് സെൻട്രലിൽ കോൺഗ്രസിന് തന്നെയാണല്ലോ പോകുന്നത്. എന്നാൽ LDFന് എതിരെ പ്രതികരിക്കാനായിട്ട് കിട്ടിയ ഒരു അവസരം കൂടി ആയതുകൊണ്ട് അതും കോൺഗ്രസിന് പോയി എന്നുള്ളതാണ്. അപ്പോൾ 2020 എന്തുകൊണ്ട് അതിൽ ഗുണം ചെയ്തില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞ ഒരു പ്രത്യേകത തന്നെ 2020 ആരുടെയും കൂടെയല്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ. BJPയുടെ കൂടെയാണ് എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ BJPക്കാർ ചിലപ്പോൾ പ്രിഫർ ചെയ്യുമായിരുന്നു. കോൺഗ്രസിന്റെ കൂടെയാണ് എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ കോൺഗ്രസ് പ്രിഫർ ചെയ്യുമായിരുന്നു. എന്നാൽ വെറും ഒരു 4, 5 അല്ലെങ്കിൽ 10, 10,000 വോട്ട് കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ ആരുടെയും കൂടെ ചേരില്ല എന്നുള്ള ഒരു നയത്തിൽ ഊന്നി നിന്നതുകൊണ്ട് തന്നെയാണ് ഇന്ന് 2020 അഭിമാനത്തോടെ എല്ലാവരെയും അഭിമുഖീകരിക്കാൻ കഴിയുന്നത്. പല പാർട്ടികളും മാറി നിന്നിട്ടുള്ള പാർട്ടികൾ, ആരിൽ ചേരില്ല എന്ന് പറഞ്ഞ് മാറി നിന്നിട്ടുള്ള പാർട്ടികൾ കൈകോർത്ത് നിന്നിട്ട് ഇലക്ഷന്റെ റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾ കണ്ടു കാണും, അവിടെ നിലം തൊടുക പോലും ചെയ്തില്ല. ആ ഒരു അവസ്ഥ 2020 ഭാവിയിലും ഉണ്ടാവില്ല. അതുതന്നെയാണ് നമ്മുടെ നയവും നമ്മളുടെ ആദർശങ്ങളും. അതുകൊണ്ട് ഇപ്പോൾ കിട്ടിയിട്ടുള്ള 1,05,000 വോട്ടുകൾ എന്ന് പറഞ്ഞാൽ അടിയുറച്ച് 2020 വിശ്വസിക്കുന്ന ജനങ്ങളാണ് അതിലുള്ളത്. അവർ ഏത് സമയത്തും 2020 പിന്താങ്ങും. ഏത് സമയത്തും 2020 ഒപ്പം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ വിശ്വാസം തന്നെയാണ് ഞങ്ങളുടെ ആർജവും. ഇതുവരെ നമ്മൾ മത്സരിച്ചിട്ടുള്ള ഈ ഇലക്ഷനിൽ നിന്നിട്ടുള്ള 14 മണ്ഡലങ്ങളിലും ഇനി നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കും. ജനങ്ങൾക്ക് ധൈര്യത്തോടെ മുന്നോട്ട് വരാം. കാരണം ഇത് വെറും 4 പഞ്ചായത്ത് അല്ലെങ്കിൽ 5 പഞ്ചായത്ത് ഭരിക്കുന്ന ഒരു പാർട്ടിയല്ല. 1,05,000-ൽ പരം വിശ്വാസികൾ അല്ലെങ്കിൽ നമ്മുടെ പ്രകടനത്തെ, നമ്മുടെ ആദർശങ്ങളെ വിശ്വസിക്കുന്ന ജനങ്ങളുള്ള ഒരു പാർട്ടിയാണ്. ഏത് പഞ്ചായത്തിലും ഏത് വാർഡിലും നമ്മുടെ 5 മെമ്പറെങ്കിലും ഉണ്ട് എന്ന് കാണിച്ചു തന്നിട്ടുള്ള ഈ ഇലക്ഷനിൽ നമുക്ക് ധൈര്യമായിട്ട് ഇനി അഭിമുഖീകരിക്കാം. ഈ വോട്ട് കൗണ്ടിങ്ങിൽ അല്ലെങ്കിൽ ഈ വോട്ടിന്റെ എണ്ണത്തിൽ എനിക്ക് ഈ സംസ്ഥാനത്തോട് ആത്മവിശ്വാസം കൂടുകയാണ് ചെയ്തത്. കാരണം അവർ വളരെ വ്യക്തമായിട്ട് അവരുടെ മനസ്സിലുള്ളത് പ്രകടിപ്പിച്ചു. അതിലെനിക്ക് നന്ദിയുണ്ട്. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് ഭരണത്തിൽ 2020 വെല്ലാൻ ഈ രാജ്യത്ത് തന്നെ വേറൊരു പാർട്ടിക്കാരുമില്ല. അത് മനസ്സിലാക്കാനായിട്ടുള്ള പ്രബുദ്ധത നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഓരോ ജനത്തിനുമുണ്ട്. അതുകൊണ്ട് തന്നെ പഞ്ചായത്തിൽ ഇലക്ഷനെ നമ്മളെല്ലാവരും ധൈര്യത്തോടെ
നെഞ്ചുറപ്പോടുകൂടെ മുന്നോട്ടിറങ്ങണം. അതിൽ നമുക്ക് വോട്ട് ചോദിക്കാനായിട്ട് മടിവരരുത്. ഇപ്പോൾ പ്രവർത്തിച്ചു തുടങ്ങിയാൽ പഞ്ചായത്തിൽ നല്ലൊരു ഭരണം കൊണ്ടുവരാൻ, അഴിമതിയില്ലാതെ ജനങ്ങളെ സേവിക്കുന്ന, അഭിമാനത്തോടെ ജീവിക്കുന്ന ജനങ്ങളുള്ള പഞ്ചായത്തുകൾ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. അതിനുവേണ്ടി നമ്മുടെ എല്ലാ പ്രവർത്തകരും മുന്നിട്ടിറങ്ങണം. ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതിനുവേണ്ടി അണിനിരക്കുക തന്നെ ചെയ്യണം. വീണ്ടും ഞാൻ പറയട്ടെ, എൻ്റെ കൂടെ നിന്നിട്ടുള്ള ഓരോ പ്രവർത്തകർക്കും, ഇവിടെ വോട്ട് ചെയ്തിട്ടുള്ള ഓരോ ജനത്തിനും എൻ്റെ മനസ്സിൽ തൊട്ട് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നു. വീണ്ടും കാണാം, വീണ്ടും കണ്ടുകൊണ്ടേയിരിക്കാം. നമ്മൾ ഇനിയും സംസാരിക്കും. 2020യെ കുറിച്ചിട്ട് കൂടുതൽ അറിവുകൾ തരികയും ചെയ്യും. വാഗ്ദാനങ്ങൾ മാത്രമല്ല, പ്രവർത്തനങ്ങളിൽ കൂടെ തന്നെ നിങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വരും എന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.